ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അപ്പാണ് ഉണ്ടാക്കുന്നത്. നഴ്സറിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നതാണ്. ഒരു മാസം 6 പാക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ അത് ഇഷ്ടം പോലെയാണ്. കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ അവർക്ക് കഴിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം അമൃതം പൊടി ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അവളും കഴിച്ചു, എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റുള്ളവരിലും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആകെ 3 ഐറ്റംസ് മാത്രമേ വേണ്ടൂ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര, നാളികേരം, അമൃതം പൊടി. നാളികേരം, പഞ്ചസാര, അമൃതം പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം കുറുക്കി കൊടുത്താലൊക്കെ ചില കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇവിടെ ഒന്നും കുറുക്കി കൊടുത്താലൊന്നും കഴിക്കുന്നില്ല. ആദ്യമൊക്കെ 2-3 ടീസ്പൂൺ കഴിച്ചായിരുന്നു, ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ അമൃതം പൊടിയിൽ കുറച്ച് അമൃതം പൊടി എടുക്കുക. ഞാൻ ആകെ കുറച്ച് അമൃതം പൊടി എടുത്തുള്ളൂ അതിലേക്ക്. അപ്പോൾ നാളികേരം ഇപ്പോൾ അധികം ഉണ്ടെങ്കിലും ടേസ്റ്റാട്ടോ. അപ്പോൾ അരമുറി, ഞാനിപ്പോൾ ഇത്ര കുറച്ച് അമൃതം പൊടിക്ക് ഞാൻ അരമുറി നാളികേരം എടുത്തു. ശരിക്കും അരമുറി വേണ്ട, പക്ഷേ അത് ടേസ്റ്റ് നല്ലോണം കുടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരമുറി നാളികേരം എടുത്തു. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഭയങ്കര ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നാളികേരം അരച്ചൊഴിക്കുമ്പോൾ പിന്നെ വീണ്ടും ഭയങ്കര ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഒഴിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടായി പോകും. കാരണം ഇത് ഭയങ്കര സോഫ്റ്റായ കാരണം നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടാൻ, നമ്മുടെ പാനിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് അതിൽ ചേർന്നതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ നാളികേരം, അത്യാവശ്യത്തിന് പഞ്ചസാര, ഇപ്പോൾ എത്ര പൊടിയാണോ നമ്മൾ എടുക്കുന്നത് അതേ അളവിനനുസരിച്ച് പഞ്ചസാര ഇട്ടിട്ട്, അത്യാവശ്യം മധുരം വേണം എന്നാലിട്ട ടേസ്റ്റ്. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒരു ഇതിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് കൂടുതൽ ഉപ്പിടരുത്. നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിപ്പോൾ എനിക്ക് എൻ്റെ ജാറും കൂടിയും കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം നോക്കി ഒഴിക്കണമെന്ന്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ജാറും കൂടിയും കഴുകി ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളമാവും. അപ്പോൾ ജാറിൽ ഒരുപാട് നാളികേരം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂസ് കറക്റ്റാവും. അപ്പോൾ നന്നായിട്ട് നാളികേരവും പഞ്ചസാരയും പൊടിയും ഒക്കെ, നമ്മുടെ ഈസ്റ്റും നാളികേരവും പൊടിയും ഒക്കെ ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജാറ് കഴുകി ഒഴിച്ച് വെള്ളം കൂടി ആയപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മുടെ മാവ് കിട്ടിയത്. ഈ ഒരു രീതിയിൽ നമ്മുടെ മാവിനാക്കിയെടുക്കുക. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കണക്ക് തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ നമുക്ക് മധുരം നോക്കാം. മധുരം കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട്, ഇപ്പോൾ ഈസ്റ്റ് ഇട്ട കാരണം പൊന്തി വരുമല്ലോ. അപ്പോൾ അതാണ്ട പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ പിടിക്കേണ്ട കാര്യം മറന്നിട്ട് ആദ്യം ഇളക്കി കൊടുത്തു. പിന്നെയാണ് ഓർത്ത് വീഡിയോ പിടിക്കണമല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഇളക്കിയതിന് ശേഷമാണ് കാണിച്ചത്. നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ സമയത്ത് വീണ്ടും മധുരം നോക്കുക. മധുരം കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ കയ്യിലായിട്ട് കോരി ഒഴിക്കാം. നന്നായിട്ട് പരത്തൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. കാരണം നന്നായിട്ടൊന്നും പരത്താൻ ബുദ്ധിമുട്ടുമാണ്. പിന്നെ പരത്തി കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാനും കിട്ടില്ല. അപ്പോൾ അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. എന്താ പറയുക, കയ്യിലുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ വരെ നമുക്ക് നല്ല കഷ്ടപ്പാടാവും. അപ്പോൾ ഫുള്ളിൽ വെക്കരുത്, സിമ്മിൽ വെക്കണം. കാരണം ഫുള്ളിൽ വെച്ച അടിഭാഗം വേഗം അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ടേസ്റ്റും ഉണ്ടാവില്ല, മറിച്ചിടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സിമ്മിലിട്ടിട്ട് അടിഭാഗം നന്നായിട്ട് ഇങ്ങനെ റെഡ് കളറാക്കി, ബ്രൗൺ കളറാക്കി എടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് 2 സൈഡും വേവിച്ചെടുക്കാം. കാരണം ഇത് വേവാനൊന്നും അധികം കഷ്ടപ്പാടില്ല, ഈസിയായിട്ട് വെന്ത് വരും. അപ്പോൾ അങ്ങനെ ഞാൻ 2 പാൻ വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുത്തു. വളരെ ഈസിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. അമൃതം പൊടി കുട്ടികൾക്ക് ഹെൽത്തിന് നല്ലതുമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരയ്ക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു, ടാറ്റാ.